वक्रतुण्ड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമഃ. SMECT അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം 2025 മെയ് 14 നടക്കുന്ന വ്യാഴ സംക്രമത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ SMECT അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. 2025 മെയ് 14 രാത്രി വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് ശുഭഫലങ്ങളും ചില രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് അശുഭഫലങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും. വ്യാഴം ഒരു രാശിയിൽ ഏകദേശം 1 വർഷക്കാലമാണ് സഞ്ചരിക്കുക. വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത്. നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത്. ഗോചരത്തിൽ വ്യാഴം 2, 5, 7, 9, 11 എന്നീ രാശികളിലൊക്കെ സഞ്ചരിക്കുന്ന സമയം വ്യാഴം ശുഭഫലം തരും. അതായത് നിങ്ങളുടെ ജന്മരാശി ഏതാണോ അതിൻ്റെ 2, 5, 7, 9, 11 വ്യാഴം നിൽക്കുന്ന സമയം ശുഭഫലങ്ങളൊക്കെ നടക്കും. പിന്നെ വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് 5, 7, 9 എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി പതിക്കുന്ന രാശികൾക്കും ശുഭഫലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും. ഇത് രാശിക്ക് മാത്രമല്ല ജന്മലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിലും ശുഭഫലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മകരം രാശിയിലുള്ള ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം, അവിട്ടത്തിൻ്റെ 1, 2 പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വ്യാഴത്തിൻ്റെ മിഥുന രാശിസ്ഥിതി മകരരാശിക്കാർക്ക് തൃതീയ വ്യയാധിപനായ വ്യാഴം 6ാം ഭാവത്തിലേക്കാണ് സംക്രമിക്കുന്നത്. ഇതൊരു ഉപജയസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നല്ല ഫലങ്ങളും അനുഭവിക്കാൻ കഴിയും. തത്സമയം വ്യാഴം സഞ്ചരിക്കുന്നത് പഞ്ചമസ്ഥാനത്താണ്. 2025 മെയ് 14 ഉപജയസ്ഥാനമായ 6ാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ എല്ലാവിധമായ തൊഴിൽപരമായ ഉയർച്ചയൊക്കെ ഉണ്ടാകും. ജോലി സംബന്ധമായ പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് വിജയമുണ്ടാകും. അതായത് മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കും. ഇതുവരെ ജോലി സംബന്ധമായിട്ട് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളവർക്ക് അവയെല്ലാം മാറി നല്ല ജോലിയിലൊക്കെ പ്രവേശിക്കാൻ അവസരങ്ങളൊക്കെ ഒത്തുവരും. സംയോജിതമായി ചിന്തിച്ച് തൻ്റെ അധികാരത്തെ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ആവശ്യമായ സമയത്തൊക്കെ പ്രയോഗിക്കാൻ കഴിയും. സ്വന്തം കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കും. സമൂഹത്തിൽ നിന്നൊക്കെ അകന്നു നിൽക്കും. എപ്പോഴും ജോലിക്കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധയുണ്ടാവുക. സ്വന്തമായി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ലാഭമൊക്കെ ഉണ്ടാകും. വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. പിതാവിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അധികരിക്കും. പിനാമി സ്വത്തൊക്കെ വന്നു ചേരും. സമൂഹവുമായിട്ടുള്ള ബന്ധം കുറയും. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടും. ഏത് ജോലി ചെയ്യുകയാണെങ്കിലും സത്യസന്ധമായി ചെയ്യാനൊക്കെ ശ്രമിക്കും. വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാപനത്തിൻ്റെ ഉയർന്ന അധികാരസ്ഥാനത്ത് എത്താൻ അവസരമുണ്ടാകും. ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും. പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. പിന്നെ ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലി മാറാൻ സമയം വളരെ അനുകൂലം തന്നെയാണ്. സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരും. ഈ വ്യാഴമാറ്റം സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഉയർച്ചയുണ്ടാകും. ആന്തരികമായ കാര്യങ്ങളുടെ ഫലങ്ങൾ അനുകൂല നിലയിൽ അനുഭവിക്കാൻ കഴിയുകയില്ല.
ഈ പറയുന്ന രാജയോഗ ഫലങ്ങളൊക്കെ നല്ലവണ്ണം അനുഭവപ്പെടണമെങ്കിൽ നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള വ്യാഴം മൗഢ്യമോ ശത്രുക്ഷേത്രസ്ഥിതിയോ നീചരാശിസ്ഥിതിയോ വേദയിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഗുണാനുഭവങ്ങളൊന്നും മുഴുവനായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയില്ല. അതിന് വ്യാഴപ്രീതി വരുത്തുവാനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി തുളസിമാലയും നെയ് ദീപവുമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മുടങ്ങാതെ വിഷ്ണു സഹസ്രനാമ പാരായണമൊക്കെ ചെയ്യുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ ശുഭഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും. ഇത് പൊതുവായ ഫലങ്ങളാണ്. നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി മനസ്സിലാക്കി തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഫലങ്ങളെക്കുറിച്ച് അറിയുവാനായി SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.